നമസ്കാരം. അടുത്തതായി നമ്മൾ തിയോഡലൈറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ലാസ്റ്റ് മെത്തേഡ് റീട്രേഷൻ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. റീട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓർഡിനറി മെത്തേഡും റിപ്പീറ്റേഷൻ മെത്തേഡും പഠിച്ചു. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഇപ്പം നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു 4 പോയിന്റുകൾ ABCD എന്ന് പറയുന്ന ഒരു 4 പോയിന്റുകൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് സെൻറ്ററിലായിട്ട് ഈ ABCയുടെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ റേഡിയേഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇല്ലേ. ആ സെയിം അതിൻ്റെ ഒരു 50% നമുക്കിതുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയാം. അതായത് നമ്മൾ സെൻറ്ററിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ആലിഡേഡ് ഉപയോഗിച്ച് റേസ് വരച്ച് അത് ചേർത്ത് വരച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ള പോയിന്റുകളുടെ സെൻറ്ററിലായിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് വെക്കും. ഇപ്പോൾ ഇതിൽ O എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ നമ്മുടെ തിയോഡലൈറ്റ് ഫിക്സ് ചെയ്യും. അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് അത് സെറ്റ് ചെയ്ത് വെക്കും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നെ ഇനിയും പറയണോ? ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്താണെന്നുള്ളത് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിങ്, ഫോക്കസിങ്, ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ A എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 സെറ്റ് ചെയ്യും. നമ്മളിതിൽ 0 സെറ്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ നമ്മൾ WCB കോമ്പസ് സർവേയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. ഇതിലൊരു ആംഗിൾ മാത്രമല്ല വരുന്നത്, വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ഇതിലെ മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കി ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻക്ലൂഡർ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AOB, അതുപോലെ BOC, COD, DOA എന്ന് പറയുന്ന ഇൻക്ലൂഡഡ് ആംഗിളുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇത് ഇങ്ങനെയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത്. അതായത് P എന്ന് പറയുന്ന പോയിന്റ്, ഇപ്പോൾ ഇതിൽ PQRS എന്ന് പറയുന്ന ഒരു പോയിന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ P എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 നമ്മൾ സെറ്റ് ചെയ്യും. ഈ 0 സെറ്റ് ചെയ്തതിന് ശേഷം അപ്പർ ക്ലാമ്പും ലോവർ ക്ലാമ്പൊക്കെ ടൈറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലോവർ ക്ലാമ്പും അപ്പർ ക്ലാമ്പൊക്കെ ടൈറ്റ് ചെയ്ത് ഫോക്കസിംഗ് ഒക്കെ ക്ലിയർ ചെയ്ത് P എന്ന് പറയുന്ന റേഞ്ചർ റോഡിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്ത് ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ ഒന്നുകൂടെ അതിനൊന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ റീഡിങ് ചേഞ്ച് ആവണം അല്ലേ. നമുക്ക് അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് നമ്മൾ എവിടേക്ക് നോക്കും? ക്യൂവിലേക്ക് നമ്മൾ നോക്കും. ആ കിട്ടിയിട്ടുള്ള റീഡിംഗ് ആണ് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 66 ഡിഗ്രി 30 മിനിറ്റ് 05 സെക്കൻഡ്. അങ്ങനെ 3 റീഡിങ് നമ്മൾ കിട്ടും എന്ന് ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ക്യൂവിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ആ റീഡിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് സെറ്റ് ചെയ്തു. ക്ലാമ്പ് അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ബൈസെക്റ്റ് ചെയ്ത അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റീഡിംഗ് എടുത്തു. അത് നമുക്ക് എത്ര കിട്ടി? 66 ഡിഗ്രി 30 മിനിറ്റ് 05 സെക്കൻഡ് എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അപ്പർ ക്ലാമ്പ് ലൂസാക്കുന്നു. നമ്മൾ ലോവർ ക്ലാമ്പ് എപ്പോഴും ടൈറ്റിലാണ് കേട്ടോ. ലോവർ ക്ലാമ്പ് ലൂസാക്കുന്നില്ല, നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പർ ക്ലാമ്പ് നമ്മൾ ലൂസ് ചെയ്തു. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് നമ്മൾ എവിടേക്ക് നോക്കി? 6 എന്ന് പറയുന്ന റേഞ്ചിങ് റോഡിലേക്ക് ബൈസെക്റ്റ് ചെയ്തു. സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റാക്കി വെച്ച് നമ്മൾ അവിടുത്തെ റീഡിങ് അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് നമ്മൾ ആ റീഡിങ് എടുത്തു. നമുക്ക് എത്ര കിട്ടി? 103 ഡിഗ്രി 46 മിനിറ്റ് 00 സെക്കൻഡ് കിട്ടി. ഓക്കെ. അതിനുശേഷം വീണ്ടും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ എസ്സിലേക്ക് നോക്കി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 278 ഡിഗ്രി 20 മിനിറ്റ് 00 സെക്കൻഡ് കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് പിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, അതായത് 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ആ 0യിൽ തന്നെ നമ്മുടെ വർക്ക് അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഈ വർക്ക് എന്താണ്? വളരെ കൃത്യമുള്ളതാണ്, അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
അവിടെ എററുകൾ എന്തെങ്കിലും വന്നാൽ അത് ആ എററിനെ നമ്മൾ എല്ലാ ആംഗിളിലേക്കും ആക്കിയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എററിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് റീട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകളുടെ സെൻട്രലായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റിൽ ഏതാണ് എടുക്കുന്ന പോയിന്റ്, ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് 0 സെറ്റ് ചെയ്ത് ബൈസെക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അപ്പർ ക്ലാമ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് QR-S നമ്മൾ തിരിച്ച് നോക്കുന്നത്. തിരിച്ച് Pയിലെത്തുമ്പോൾ എന്തായിരിക്കണം? 0 ഡിഗ്രി നമുക്ക് കിട്ടണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്തെടുത്ത് ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ POQയുടെ ഇൻക്ലൂഡഡ് ആംഗിളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്കറിയാം അത് 66 ഡിഗ്രി തന്നെയാണ് അല്ലേ? അതിൽ നമുക്ക് വ്യത്യാസമില്ല. പിന്നെ QOR നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആറിൽ കിട്ടിയത് 103 ഡിഗ്രി 46 മിനിറ്റ് 00 സെക്കൻഡാണ് കിട്ടിയത്. അത് നമ്മൾ എന്ത് ചെയ്യണം? 66 ഡിഗ്രി 30 മിനിറ്റ് 05 കുറച്ച് നമ്മൾ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ ആംഗിളും അടുത്തതാണെങ്കിലോ ROS ആണെങ്കിലോ നമ്മൾ എന്ത് 278 ഡിഗ്രി 20 മിനിറ്റ് 00 സെക്കൻഡിൽ നിന്ന് 103 ഡിഗ്രി 46 മിനിറ്റ് 0 സെക്കൻഡ് കുറച്ച് നമുക്ക് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് കിട്ടും. അടുത്തതും അതുപോലെ തന്നെ 360 നിന്ന് മൈനസ് ചെയ്യണം. അടുത്തത് മൈനസ് ചെയ്യുമ്പോൾ POS മൈനസ് ചെയ്യുമ്പോൾ 360 നിന്ന് 278 ഡിഗ്രി 20 മിനിറ്റ് 00 സെക്കൻഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ആ ഡിസ്റ്റൻസും അത് അളന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊസൈൻ റൂൾ വെച്ചിട്ട് ഇതിൻ്റെ ഓരോ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് അതിൻ്റെ ഏരിയ കാൽക്കുലേഷൻ നടത്താം. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിൽ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് റീട്രേഷൻ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ PDF നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.